ശരത്തിനെ പരീക്ഷ എഴുതിക്കാനുള്ള സച്ചിയുടെയും രേവതിയുടെയും ശ്രമങ്ങൾ വിജയിച്ചുവെങ്കിലും ഇതേസമയം പ്രിൻസിപ്പാൾ വിളിച്ചിട്ട് അവിടെ എത്തുന്ന പോലീസുകാർ സച്ചിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. തുടർന്ന് ശരത്ത് സച്ചിനെ കുറ്റപ്പെടുത്തുമ്പോൾ നിനക്ക് വേണ്ടിയാണ് അദ്ദേഹം കുടിയനായി അഭിനയിച്ചതെന്നും അതുകൊണ്ടാണ് പ്രിൻസിപ്പാൾ നിന്നെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതെന്നും രേവതി പറയുന്നു. പിന്നീട് സ്റ്റേഷനിലെത്തുന്ന സച്ചി ഞാൻ കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞെങ്കിലും പോലീസ് അതൊന്നും വിശ്വസിക്കാതെ വരുന്നു. ഇതേസമയം സ്റ്റേഷനിലെത്തുന്ന രേവതി നടന്നതെല്ലാം SIയോട് പറയുകയും എല്ലാം നാടകമായിരുന്നു എന്നും പറയുന്നു. തുടർന്ന് CI മാഡം നാളെ രാവിലെ വരൂ എന്നും മേഡത്തിനോട് സംസാരിച്ചാൽ മതിയെന്നും ഇന്ന് അവനെ എന്തായാലും വിടാൻ പറ്റില്ലെന്നും SI പറയുന്നു. അതോടെ രേവതി ശരത്തും ആകെ ധർമ്മസങ്കടത്തിലാവുന്നു. ഇതിനിടയിൽ ഞാൻ കാരണം സച്ചിയേട്ടന് ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നല്ലോ എന്നും ഇതൊന്നും വേണ്ടിയിരുന്നില്ലെന്നും പറഞ്ഞ് സങ്കടപ്പെടുന്ന ശരത്തിനെ സച്ചി ആശ്വസിപ്പിക്കുന്നു. പിന്നീട് വർഷേനെ വിളിക്കുന്ന രേവതി സച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്തതും അതിനുണ്ടായ സാഹചര്യത്തെപ്പറ്റിയും വർഷേനെ അറിയിക്കുന്നു. തുടർന്ന് സച്ചിയേട്ടനെ ഇറക്കാൻ സ്വാധീനമുള്ള ആരെങ്കിലും കൊണ്ട് വിളിപ്പിക്കാമോ എന്ന് രേവതി വർഷയോട് ചോദിക്കുന്നതോടെ വർഷ മഹിമേനെ വിളിച്ച് സച്ചിയേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നും അച്ഛനോട് SIനെ വിളിച്ചെന്ന് സംസാരിക്കാൻ പറയണമെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന മഹിമയും മധുസൂദനും വർഷയോട് ദേഷ്യപ്പെടുകയും അവനെ ഞാൻ സഹായിക്കില്ലെന്നും പറയുന്നു. ശേഷം ഈ അവസരം നന്നായി നീ മുതലെടുക്കണമെന്നും ചന്ദ്രമതിയുടെ വീട്ടിൽ ചെന്ന് സച്ചി പോലീസ് സ്റ്റേഷനിലായ വിവരം പറഞ്ഞ് അവരെ അപമാനിക്കാനും മധുസൂദനൻ മഹിമയോട് പറയുന്നു. ശേഷം വർഷ അച്ഛനെ വിളിച്ചതും അച്ഛൻ സഹായിക്കില്ലെന്ന് പറഞ്ഞതുമെല്ലാം രേവതിയോട് പറയുന്നതോടെ രേവതിക്കാകെ നിരാശയാവുന്നു. പിന്നീട് വർഷ അച്ഛനെ വിളിച്ച് സഹായം ചോദിച്ചതറിഞ്ഞ് അതിൻ്റെ ആവശ്യമില്ലായിരുന്നുവെന്ന് സച്ചി രേവതിയോട് പറയുന്നു. ശേഷം സച്ചി ഇല്ലാതെ സ്റ്റേഷനിൽ നിന്ന് പോകില്ലെന്ന് വാശി പിടിച്ച് നിൽക്കുന്ന രേവതിനെ സച്ചി ഒരുവിധം അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന രേവതിനെ സച്ചി സ്റ്റേഷനിലായ കാര്യം പറഞ്ഞ് ചന്ദ്രമതി അപമാനിക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.